ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ അത്രമേൽ അത്യാവശ്യ കാര്യം. ആ, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അസൂയക്കാരാണെന്നൊക്കെ പറയേ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ മറ്റേ കന്നഡയിലെയോ തെലുങ്കിലെയോ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികൾ തന്നെയല്ലേ, അല്ലേ? അപ്പം ഞാനെങ്ങനെ മലയാളികൾ അസൂയക്കാരാണെന്ന് പറയും? പക്ഷേ എന്നെ കാണുന്ന, എന്നെ അറിയുന്ന മനുഷ്യരിൽ എൻ്റെ മുമ്പിൽ നിന്ന് പഞ്ചാര ചിരി ചിരിച്ചിട്ട് മാറി നിന്നിട്ട് എനിക്കെതിരെ അസൂയ പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ, ഒരു വിഷമമുണ്ട്. കാരണം എപ്പോഴും പറയും, എൻ്റെ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളോ ഏതെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ എന്നെ ചേർത്ത് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇവർക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം. ഇനി ആ വഴിയിൽ കൂടി ഞാൻ നടക്കുന്നതാണെങ്കിൽ കൂടി ഇവരെന്നെക്കുറിച്ച് പറയരുതായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും പൊരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വീൽ ചെയറിൽ ഇരുന്ന് പൊരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു നിലയിൽ എനിക്ക് ആരാണോ സപ്പോർട്ട് അവർക്കൊപ്പം നിൽക്കാനാണ് എൻ്റെ ബന്ധുക്കൾ ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്കിനോടുള്ള സ്നേഹം കുറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് സ്നേഹമല്ല അവർക്ക് എന്ന് കരുതി ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ആരായാലും നമ്മളുടെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് നമ്മളുടെ അടുത്തുള്ള സ്നേഹമില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി, ആ പെൺകുട്ടി, അല്ലെങ്കിൽ ആ യുവതി, അല്ലെങ്കിൽ ആ അമ്മച്ചി, ആ തള്ള എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ എന്നല്ലേ കരുതാറുള്ളത്. ഞാൻ നൈമിത തുടങ്ങിയപ്പോഴും അതേ തന്നെ എൻ്റെ ചില ഏറ്റവും അടുത്ത ആൾക്കാർ പറഞ്ഞു, 10 രൂപയ്ക്കൊക്കെ അച്ചാർ കിട്ടും, ഇതിന് 70 രൂപ, 100 രൂപ, മീനച്ചാറിനൊക്കെ എന്ത് വില, ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ വിശദമായി നൈമിതയെക്കുറിച്ച് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുക. ഇപ്പം ഡിവിൻസ് തുടങ്ങിയപ്പോൾ, ഡിവിൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ, ജീവിതത്തിൽ നമ്മളങ്ങ് അത്രമേൽ ഇതായി. വീട് വെക്കാനായിട്ട് പറ്റുന്നില്ല, ലോൺ കിട്ടുന്നില്ല, ആ പ്ലാൻ പ്രകാരം എടുത്ത പൈസ നമ്മൾ സ്വരൂപിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് ഇതായി എന്തെങ്കിലും കൂടി ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കടയില്ല, ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ്, വലിയ കഷ്ടപ്പാടാണ്. ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഇതാവുള്ളൂ. അപ്പം നമ്മൾ ഡിവിൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇവിടെ കൊണ്ടുവന്നത് അതുവഴി എങ്ങനെയെങ്കിലും സത്യം പറയാൻ ജീവിതമാർഗ്ഗം ലോൺ എടുത്താൽ അത് അടയ്ക്കണം. പിന്നെ എല്ലാം നമ്മൾ കടമാണ്, അല്ലാതെ നമുക്ക് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല ബാങ്ക് ബാലൻസ്. ഈ ആൾക്കാരടുത്തൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കാൻ? ഇപ്പോൾ ഞാൻ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്, ബീജയുടെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. എന്നിട്ട് ചില ആൾക്കാരൊക്കെ വന്ന് വില ചോദിച്ചിട്ട് ഉണ്ടാകുക പോകും. അവരോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ കാണിച്ചു തരാവേ, നമ്മുടെ മൾക്കോട്ടൺ സാരിയാണത്. ഈ മൾക്കോട്ടൺ സാരിയിൽ ഞാനാണെങ്കിൽ ഈ കൈ കൊണ്ട് കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റാൻഡിലോട്ട് വെച്ചാലാണ് അങ്ങനെ ശരിയാവുന്നത് കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, പോളിയോ വന്നപ്പോഴത്തേക്കും നമ്മുടെ വലതു ഭാഗത്താണ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. അതാണ്, കൈയെടുത്ത് നമ്മൾ ജോലികളൊക്കെ ഒക്കെ ചെയ്യും, പക്ഷേ എടുത്ത് പൊക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് ഒരു മനുഷ്യ പോലും അത് സഹതപിക്കരുതെന്ന് പറയട്ടെ, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് കണ്ട, ഈ മൾക്കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ മൾക്കോട്ടൺ വയ്ക്കുന്നവർ കടയിൽ 600 രൂപയ്ക്ക്, ഇത് ഈ കവറിൽ വന്ന് നടക്കും, 600 രൂപയ്ക്കും 700 രൂപയ്ക്കും ഒക്കെ ഈ മൾക്കോട്ടൺ സാരി ഉണ്ട്, അറിയാമോ? ഇത് ഞാൻ കുറേ കടകളിൽ പുറത്തെടുക്കും, കുറേ കടകളിൽ അന്വേഷിച്ചിട്ട് ഈ സാരിക്ക്, മൾക്കോട്ടൺ സാരി, ഇതിൻ്റെ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് കാണിക്കും, നല്ല ഒറിജിനൽ മൾക്കോട്ടനാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് എടുത്തു തരുന്നത് നല്ല ഒറിജിനലാണ് എടുത്തു തരേണ്ടത്, അല്ലാതെ ഏതെങ്കിലും എടുത്തു തരരുത് എന്ന് എടുത്തു തരുന്നവരെടുത്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒറിജിനൽ തന്നെയാണ് ഈ സാരി. അപ്പോൾ കടയിൽ 600-700 രൂപ, ഞാൻ ചോദിച്ചെടുത്തല്ല 1600, ഒരു വലിയ പ്രമുഖ ബ്രാൻഡുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്കറിയാം, 1600 രൂപയാണ് പറഞ്ഞത്. അതും 20 സാരി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു, ഹോൾസെയിൽ വിലയ്ക്ക് തരണമെങ്കിൽ. അത് 1600-ൽ 100 രൂപ എങ്ങനെ കുറച്ചൊക്കെ തരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പ്രമുഖ ബ്രാൻഡാണ്, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല. അവർ ഭയങ്കര സ്റ്റൈലായിട്ടാണ് മൾക്കോട്ടൺ സാരിയൊക്കെ കൊടുക്കുക. അവർക്ക് എല്ലാ സാരിയും ഉണ്ട്, എടുത്ത് വെച്ചോ, മൾക്കോട്ടൺ സാരിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ 500 രൂപയ്ക്ക് കൊടുക്കുന്നത് മീഷോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ ഹോൾസെയിൽ എടുക്കാൻ പോയാൽ കാഞ്ചി കോട്ടൺ ആണെങ്കിലും, നാരായണപ്പെട്ട് സാരി ആണെങ്കിലും, മൾക്കോട്ടൺ ആണെങ്കിലും, കല്യാണി കോട്ടൺ ആണെങ്കിലും, ഞാനിപ്പോഴാണ് ഈ സാരികളുടെയൊക്കെ പേരുകൾ പഠിച്ചത്, അതിൽ ഒറിജിനലും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഈ സാരിക്ക് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ കൊടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ 1200 ആയിരിക്കും, ചിലപ്പോൾ 1300 ആയിരിക്കും, ചിലപ്പോൾ 950 ആയിരിക്കും. അങ്ങനെ സാരികളുടെ രീതിയിൽ നമ്മൾ എടുക്കുന്നതനുസരിച്ച് വരും അതിൻ്റെ വ്യത്യാസം. ടീജയുടെ സാരിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഈ പറഞ്ഞ ആള് ഈ ഇക്ക പറഞ്ഞതാണ് ഞാൻ കൊടുക്കുന്നത്. പറഞ്ഞ ആള് സാരിയുടെ വില അല്ലല്ലോ ചോദിച്ചത്, മറ്റു സാധനങ്ങളുടെ വിലയല്ലേ ചോദിച്ചത്. അപ്പോൾ സാരിക്ക് വില കൂടുതലാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നുണകൾ പറയാതെ ഈ ബിസിനസ്സിലോട്ടൊന്ന് ഇറങ്ങും. സാരി ബിസിനസ് അല്ലെങ്കിൽ ഡ്രസ് ബിസിനസ്സിലോട്ടൊന്ന് ഇറങ്ങും. കോഡ് സെറ്റുകൾ പിന്നെ എൻ്റെ ബാഗിലുണ്ട്, നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചേക്കുന്നുണ്ട്. കോഡ് സെറ്റുകളൊക്കെ 1000 രൂപ, 950 രൂപ, 850 രൂപ, 750 രൂപ, 650 രൂപ, 500 രൂപയ്ക്ക് താഴോട്ടുള്ളത് പിന്നെ കോഡ് സെറ്റ് ഉണ്ട്. എങ്കിലും അത് ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കത്തില്ല, ഡെയിലി യൂസാണ്. നല്ല കോഡ് സെറ്റ് തന്നെ ഉണ്ട്. അമ്മ അത് കേൾക്കുമോ? അത് തന്നെ ഇങ്ങോട്ടാ. അതിന് നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന കോഡ് സെറ്റാണിത്. അതെ, ഈ കോഡ് സെറ്റ് ഇതൊക്കെ 500 രൂപയ്ക്ക് താഴെയുള്ളതാണ്. അപ്പോൾ നമുക്ക് നിറം വെച്ചു. അപ്പോൾ ഇതിൻ്റെ 2 കളറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് വന്നാൽ മതി. അപ്പോൾ നൈറ്റ് ചോദിക്കുക ആർക്കെങ്കിലും. ഞാൻ എത്ര നാളുണ്ട് നൈറ്റി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. ഞാൻ അൻവൈ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്, ഒരു കസ്റ്റമറുണ്ട്, അവരുടെ കയ്യിൽ നിന്നാണ് ഈ നൈറ്റിയൊക്കെ മേടിച്ചിട്ടുള്ളത്. കളർ പോകും, ചില നൈറ്റിക്ക് കളർ പോകും. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ തുണിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ആൾക്കാർ പറ്റിക്കുമെന്ന് ഒരു ചേച്ചി ഇന്ന് എന്നോട് പറയും. ഏറ്റവും അടുത്തൊരു ചേച്ചിയാണ്. ആൾക്കാർ പറ്റിച്ചാലോ തുണിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് എടുക്കുന്നത്. അങ്ങനെയല്ല, തുണിയെക്കുറിച്ച് നമ്മൾ ഇതുപോലെ വസ്ത്രങ്ങൾ ധരിച്ചല്ലോ നമുക്കറിയാം. ഞാനിപ്പോൾ എനിക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത് കൂടുതലും നമ്മൾ കിളിമാനൂരിൽ നിന്ന് പിന്നെ നഗരൂരിൽ നിന്നാണ് മേടിക്കുന്നത്. കുറേ നാളുണ്ട്. മുത്താനേന്ന് വന്നതിന് ശേഷം, മുത്താനെന്ന് വെച്ചാൽ അമ്മച്ചി പാളയംകുന്നിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇഷ്ടം പോലെ തുണി വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ് എൻ്റെ മമ്മി. അപ്പം എല്ലാ തുണിയും മേടിക്കും. അമ്മച്ചിക്ക് എല്ലാ തുണിയും കാണുമ്പോൾ അറിയാം ഇത് കളർ പോകും, ഇത് കളർ പോകും. നല്ല അന്ന് എൻ്റെ അമ്മ 2014 ജോലി നിർത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ 2500 രൂപ ചുരിദാറൊക്കെയാണ് എനിക്ക് എൻ്റെ ചേച്ചിക്ക് വാങ്ങിക്കുന്നത്. 2500 രൂപ, 1500 രൂപയൊക്കെ ചുരിദാറാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇവർ ജോലിക്ക് പോകുന്നത് തന്നെ മക്കൾക്ക് തുണി മേടിക്കാനാണെന്നൊക്കെ എത്ര പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം എത്ര കൂടിയ തുണിയാണെങ്കിലും വാങ്ങിക്കൊണ്ട് വരും. നമ്മളിടും. നമ്മൾ അയ്യോ വില കൂടി ഇവർക്ക് ഇത്രേ ലാഭം കിട്ടും എന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നല്ല വസ്ത്രം ഇടുക എന്നതാണ്. ഇത് മൽക്കോട്ടനാണ്. ഈ ഇവിടെ എടുത്തേക്കും. ഇത് മൽക്കോട്ടനാണ്, നമ്മുടെ നല്ല സ്റ്റൈലിഷ് മൽക്കോട്ടനാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി നമ്മുടെ വെയിറ്റ് കുറഞ്ഞതാണ് കേട്ടോ. തിരിച്ചു തരുമോ? വേണ്ട, എന്തെങ്കിലും ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരിയാണ്. ടെസൽസൊക്കെ വെച്ചിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ഉടുത്തിറങ്ങി എന്ത് സൂപ്പറായിരിക്കും. ഹോളിയല്ലേ, ഇവിടെ വരുന്ന കല്യാണിക്കോട്ടനൊക്കെ തീർന്നു. ഇനി കല്യാണിക്കോട്ടൻ വരാനുണ്ട്. അപ്പോൾ ബീജയ്ക്ക് ഭയങ്കര വില കൂടുതലാണെന്ന് പറഞ്ഞ ആ വ്യക്തിയോട്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അവരോടാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മേലയിലോട്ട് ഇറങ്ങണം. പിന്നെ കുറേ കടകളുണ്ട്. നമുക്ക് പാരിപ്പള്ളിയിൽ നിന്നിട്ട് പോകുമ്പോൾ കൊട്ടിയത്ത് സിംല ഉണ്ടായിരുന്നു. നമ്മൾ സിംലയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ സിംലയിൽ 250-300 രൂപയ്ക്ക് സെറ്റ് കിട്ടുമായിരുന്നു. അന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ പോയി വാങ്ങിച്ചിരുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെയാണ് സിംലയിൽ നിന്ന് വാങ്ങിക്കുന്നത്. നൈറ്റി അങ്ങനെയുള്ളതൊക്കെ കുറവാണ് മേടിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് മേടിക്കുന്ന കുറവാണ്. എനിക്കങ്ങനെ ഒരു പ്രാവശ്യം കണ്ടാണ് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുമേടെ മോളുടെ കല്യാണത്തിന് ഒരു വർഷം ഓണത്തിലാണ് പോയി മേടിച്ചത്. അന്ന് തന്നെ നമ്മൾ 600, 700, 800 രൂപയുടെയൊക്കെ സാരികളൊക്കെയാണ് വാങ്ങിയത്. ഇപ്പോൾ ഇത് 800, 900, 1250, 1300, 1500 താഴെ ഉള്ള സാരികളാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നത് ഇങ്ങനെ പറയില്ല കേട്ടോ. ഡിജയുടെ ഭയങ്കര വിലയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നവരോടാണ് പറയുന്നത്. പോകാൻ വരുന്നേ അതെ ഈ സാരി. ഇത് നമ്മുടെ പിന്നെ ഓണം സ്പെഷ്യൽ സാരികളിൽ പെടുന്നതായിരുന്നേ. ഈ സാരിയൊക്കെ അപ്പോൾ ഇപ്പോൾ പൊളിയായിരിക്കും കേട്ടോ ഈ സാരിയൊക്കെ. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അസൂയ മൂത്ത് ഇത് പറയുന്നവരോട്, ഡിസബിലിറ്റി ഉള്ള ഒരു സ്ത്രീ അവരുടെ കുടുംബത്തെയും കൈ പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഒരാളിനെ ദ്രോഹിച്ചിട്ടില്ല, ഒരാളിനെതിരെയും നുണകൾ പറഞ്ഞിട്ടില്ല, ഒരാളിനെതിരെ അപവാദം പറഞ്ഞിട്ടില്ല, ഒരാളെ പറ്റി ആരോടും പോയി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഏത് വിധേനെങ്കിലും ജീവിച്ചോട്ടെ, ആരെയും ദ്രോഹിക്കുന്നില്ല. വില കൂടുതലാണെന്ന് പറയുന്നവർ ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയെ പറഞ്ഞു തരാം. കൊല്ലം ഒക്കെ പാരിപ്പള്ളി ഭാഗത്തൊക്കെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പാരിപ്പള്ളി ഭാഗത്തുള്ളവരൊന്നും പറയുന്നില്ല, അതൊന്നും അല്ല ആ ഇക്കാര്യത്തിൽ പറഞ്ഞത്. അതൊക്കെ എനിക്കറിയാം അല്ലാന്ന്. പിന്നെ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സിംലയിൽ പോയി വാങ്ങിക്കട്ടെ. പിന്നെ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുന്നവരാണെങ്കിൽ ഓരോന്നിൻ്റെയും വില അറിയാം. പിന്നെ ഒന്നും കൂടെ പറയാം, ഈ ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് എത്ര വേണം വില കുറച്ച് കൊടുക്കാൻ പറ്റും. നമ്മളെടുക്കുന്ന പോലെ അല്ല. എൻ്റെ അടുത്തൊരു ചേച്ചി കുർത്തി ചോദിച്ചു. നമ്മുടെ ചേച്ചി നമ്മളെടുക്കുന്നത് കുറഞ്ഞ് പിന്നെ പൈസയ്ക്കല്ലേ ചേച്ചി എന്ന് വെച്ചാൽ കുറച്ച് മാത്രം. അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇത് വളർന്ന് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് കാണിക്കണ്ട, അത് കാണിച്ച് നമുക്ക് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്. അടുത്ത വർഷം ഓണത്തിന് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഈ വർഷം നമ്മൾ പിന്നെ ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഓണ കോടികളൊക്കെ എടുക്കും. നിങ്ങൾക്ക് പറ്റുന്നവർ നിങ്ങൾ വാങ്ങിക്കണം. വില കൂടിയെന്ന് പറഞ്ഞിരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ. അല്ലാത്തവരോടാണ് നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വിൻസിൽ നിന്നിട്ട് ഇതുപോലുള്ള മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഞാനെന്നല്ല ഞാനെന്ന് പറയുന്നെങ്കിലും എൻ്റെ കുടുംബ മൊത്തത്തിൽ എന്നോടൊപ്പം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുവഴി കുറേ പേർക്ക് ജോലി കൊടുക്കണം എന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വേലയോട്ട് ഇറങ്ങി ഇത് മറ്റേ കുറേ വളർന്നു വരുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൂടെ ഇത് ഓർഡറൊക്കെ പിടിച്ച് അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കെന്ന് വെച്ചാൽ ഡിസബിലിറ്റി ഉള്ള
ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുണ്ടോ. അപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം. ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ്, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരാളാണ്. സ്വന്തമായിട്ടുള്ള വീടല്ല. ഈ വീട്ടിൽ ഞാൻ താമസത്തിന് വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞതാണ്, ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത വീട് നോക്കുന്നു. സ്വന്തമായിട്ട് ആ വീട് അത് ശരിയായെങ്കിൽ എന്ന് വിചാരിക്കുന്നു. ലോണിനെ ശരിയാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടെ നിൽക്കണം. ഓണത്തിന് ഞാൻ എൻ്റെ ബയോയിൽ എൻ്റെ വാട്സപ്പിലേക്ക് വരാനുള്ള നമ്പറുണ്ട്, ലിവിൻസ് എന്ന ഫേസ്ബുക്ക് പേജിലും ഉണ്ട് എൻ്റെ ബയോയിലേക്ക് വരാനുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ എൻ്റെ പിന്നെ വാട്സപ്പിൽ വരാം. അവിടെ വന്നാൽ ഇതിനൊക്കെ ഓർഡർ എടുക്കാം കേട്ടോ. സാരികൾ, മൽക്കോട്ട എല്ലാം ഉണ്ട്. എൻ്റെ ബാഗിലുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഡ്രസ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാഗിൽ കുറേ ഇരിപ്പുണ്ട്. കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഇരിപ്പുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ എടുക്കണം. കണ്ടോ അവിടെ ഇരിക്കുന്നത്? ഇതാണ്. കുറച്ചും കൂടിയൊക്കെ എടുക്കണം. കുറച്ചൊക്കെ പോയി. ഇനി കുറേ കൂടിയൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സാരികളെല്ലാം വരും. വില കൂട്ടി കൊടുക്കുന്നതും പറഞ്ഞ് കുറ്റവും പറഞ്ഞിരിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയുകയാണ്, പാവമാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചു പറ്റട്ടെ. ടാറ്റാ.